ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ബൺ. അതിൽ എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ള ചിക്കൻ നിറച്ചതാണ് ഈ ബണ്ണെങ്കിലോ രുചി പറഞ്ഞറിയിക്കുകയും വേണ്ട. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ നിറച്ച ബൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് കലക്കി പൊങ്ങാൻ വെക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളം ചൂട് പാലും കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് മൂടി വെച്ച് 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് ചിക്കൻ മസാല പുരട്ടി വെക്കണം. ഞാൻ ഇവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് പുരട്ടിയെടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കനിൽ നന്നായി മസാല ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് മാറ്റി വെക്കാം. ശേഷം നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കിയെടുത്ത ഈസ്റ്റ് മിശ്രിതം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ട ബീറ്റ് ചെയ്തതും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല മയം വരുന്നത് വരെ ഏകദേശം 10 മിനിറ്റ് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയ ശേഷം പൊങ്ങാൻ വെക്കണം. ഏകദേശം 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച ഒരു സബോളയും 4 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇനി ഈ ചേരുവകളെല്ലാം നന്നായി വഴന്നു വരുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചേരുവകൾ എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് എണ്ണ തെളിയുന്നതുവരെ വീണ്ടും വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞതും ചേർത്തിളക്കാം. ഇനി വേണ്ടത് ചിക്കൻ അടർത്തിയതാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിലേക്ക് ചേർത്ത് ആദ്യത്തെ 1 വിസിൽ ഹൈ ഫ്ലെയിമും പിന്നെയുള്ള 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാകം ചെയ്തെടുത്തതാണ്. ഇതും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. പിന്നെ ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച കാരണം കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് ചേർത്തിളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മാവ് പൊങ്ങി ഇരട്ടി വലിപ്പമായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു കൊഴുക്കട്ടയുടെ വലുപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ശേഷം ഈ മാവിനെ ചെറുതായി കൈകൊണ്ട് തന്നെ പരത്തി നേരത്തെ റെഡിയാക്കിയെടുത്ത ഫില്ലിംഗ് നിറച്ച് കൊടുത്ത് വീണ്ടും ഉരുട്ടിയെടുക്കാം.
അങ്ങനെ ഇത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും റെഡിയാക്കിയെടുക്കണം. പിന്നെ മാവിനെ നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ എല്ലാ മാവിലും ഫില്ലിംഗ് നിറച്ചിട്ടുണ്ട്. ശേഷം ഒരു ട്രേയിലേക്ക് നെയ്യ് പുരട്ടിയതിന് ശേഷം വീണ്ടും പൊങ്ങാനായി വെക്കണം. ഒരു 5-10 മിനിറ്റ് മതിയാകും കേട്ടോ. ഇപ്പോൾ ഈ ബൺ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ശേഷം ഒരു മുട്ടമഞ്ഞയും കുറച്ച് പാലും ചേർത്ത് യോജിപ്പിച്ചെടുത്തത് ബണ്ണിൽ ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുക. അവസാനമായി ബണ്ണിൻ്റെ ടോപ്പിലായി കുറച്ച് വെളുത്ത എള്ളും വിതറിക്കൊടുക്കാം. അങ്ങനെ ഫില്ലിംഗ് നിറച്ച ബൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യണം. അതിനുവേണ്ടി ഓവൻ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് 20 മിനിറ്റ് ബേക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റഫ്ഡ് ബൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായക്കൊപ്പം ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. ഈ ചിക്കൻ ബണ്ണിൻ്റെ രുചി പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.